എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് വീണ്ടും സ്വാഗതം. ഇപ്പോൾ നമ്മൾക്കിവിടെ മഴയൊക്കെ ഉണ്ട് കേട്ടോ. രാത്രിയും നേരം വെളുക്കുന്ന ആ ഒരു 3 മണി വെളുപ്പിനും അതുപോലെ നേരം വെളുത്ത് ഒരു 6-7 മണി ആ ഒരു സമയത്തൊക്കെ മഴയുണ്ട് കേട്ടോ. അതുകൊണ്ട് ചൂട് നല്ല രീതിയിൽ കുറഞ്ഞിട്ടുണ്ട്, അതൊരാശ്വാസം. അപ്പോൾ ഇന്നിപ്പോൾ മഴയായിരുന്നു രാവിലെ. ഇപ്പോൾ ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് രാവിലെ മഴ തന്നെ ആയിരുന്നു. അങ്ങനെ ഞാൻ ഏതായാലും ഈ മാവ് പൊങ്ങിയാന്ന്, നമ്മളിന്നലെ ഇഡലിയുടെ മാവ് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നില്ല. മാവ് വല്ലാതെ പൊങ്ങിപ്പോയി. എനിക്കിങ്ങനെ അങ്ങോട്ട് പൊങ്ങണത് അത്ര ഇഷ്ടമല്ല. അപ്പോൾ മാവിങ്ങനെ വല്ലാതെ പൊങ്ങിപ്പോയ സ്ഥിതിക്ക് ആദ്യം തന്നെ ഇഡലിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് പിന്നെ യൂട്യൂബ് വർക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു. ആദ്യം ഞാൻ യൂട്യൂബ് വർക്ക് ചെയ്യുള്ളൂ. രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ നമുക്ക് സൈലൻ്റ് ആയിട്ട് ഇരുന്നിട്ട് യൂട്യൂബ് വർക്ക് ചെയ്ത് വോയിസ് ഓവറൊക്കെ കൊടുത്ത് തീർക്കാൻ സാധിക്കും. എന്നിട്ട് നമുക്ക് പിന്നെ പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയാൽ മതി. ഇവിടെ ആരും ജോലിക്ക് പോകുന്ന ആളുകളൊന്നുമില്ല, അതുകൊണ്ട് തന്നെയും അങ്ങനെ ധൃതിയൊന്നുമില്ല. പിന്നെയാണെന്നുണ്ടെങ്കിൽ യൂട്യൂബ് വർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് രാവിലെ ഒരു ഡിസ്റ്റർബൻസും ഉണ്ടാവില്ല. അല്ലെന്നുണ്ടെങ്കിൽ കുറച്ച് നേരമൊക്കെ കഴിഞ്ഞ് ഒരു 7 മണിയൊക്കെ ആയി പോയിട്ടുണ്ടെങ്കിൽ അപ്പുറത്തെ വീട്ടിലൊക്കെ പാട്ട് വെക്കലും, അപ്പോൾ പിന്നെ അത് നമുക്ക് ആ പാട്ട് നമ്മുടെ വീഡിയോൻ്റെ ഇടയിൽ കയറും. അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ട് വരുന്നതുകൊണ്ടാണ് ഏറ്റവും അധികം യൂട്യൂബ് വർക്ക് ചെയ്യണത് കേട്ടോ. അപ്പോൾ ഇന്ന് എന്ത് തന്നെ ആയാലും അത് നടപടിയാകില്ല എന്ന് മനസ്സിലായി. അപ്പോൾ വേഗം തന്നെ ഇഡ്ഡലിയൊക്കെ അങ്ങനെ ഉണ്ടാക്കി ചട്നിക്ക് വേണ്ട കാര്യങ്ങളും എല്ലാം ഒന്നിച്ചങ്ങോട്ട് ചെയ്തിട്ടാ. പിന്നെ ഇത്തിരി ഏത്തപ്പഴം ഒന്ന് പുഴുങ്ങി വെക്കണം. ഞങ്ങൾക്ക് 3 പേർക്ക് 3 പഴമേ ഇവിടെ ബാക്കിയുള്ളൂ. അപ്പോൾ അതും കൂടി ഒന്ന് പുഴുങ്ങി വെച്ച് കഴിഞ്ഞാൽ തീർന്നു. അപ്പോൾ ഈ ഒരു ബാച്ച് ആദ്യത്തത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഏത്തപ്പഴം പുഴുങ്ങാനിട്ട് കഴിഞ്ഞ് പിന്നെ അത് ഏത്തപ്പഴം പുഴുങ്ങി വരണ നേരം കൊണ്ട് നമുക്ക് ഇതൊക്കെ ഒന്ന് തണുത്ത് കിട്ടും. അപ്പോൾ ആ തണുത്ത ഇഡ്ഡലി തട്ടിൽ നിന്ന് ഇഡ്ഡലി പെട്ടെന്ന് ഡീമോൾഡ് ചെയ്ത് പോരുകയും ചെയ്യും കേട്ടോ. പിന്നെ നമ്മളുടെ സമൂഹത്തിൽ ഇപ്പോൾ ലിവിങ് ടുഗദർ എന്ന് പറഞ്ഞിട്ട് വളരെ കോമൺ ആയിട്ട് ഇപ്പോൾ അങ്ങനെ കേൾക്കാറുണ്ട്. നേരത്തെ എല്ലാം അത് വളരെ രഹസ്യമായിട്ടായിരുന്നു. ഇപ്പം അങ്ങനെയല്ല. ലിവിങ് ടുഗദർ എന്നൊക്കെ ഓപ്പണായിട്ട് അവർ പറയുന്നത് കേൾക്കുമ്പോൾ നമുക്ക് വല്ലാത്തൊരു അതിശയമാണ്. നമ്മളുടെ നാട് ഇങ്ങനെയൊക്കെ ആയാന്നുള്ളതല്ലേ. ഈ ലിവിങ് ടുഗദറിന് പോകുന്ന സമയത്ത് ഇവർ യാതൊരു നിയമ നടപടികളോ അല്ലെന്നുണ്ടെങ്കിൽ ആരുടെ അനുവാദമോ ഒന്നും ചോദിക്കാതെ അവരുടെ സ്വന്തം ഇഷ്ടത്തിൽ ചിലപ്പോൾ രഹസ്യമായിട്ടൊക്കെ ഇങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യണേ ലിവിങ് ടുഗദർ. പക്ഷേ ഇത് സ്ത്രീക്ക് പണി കിട്ടിക്കഴിയുമ്പോഴത്തേക്കുമാണ് പിന്നെ നിയമത്തിൻ്റെ ആവശ്യം വരുന്നതും നിയമ നടപടിക്ക് വേണ്ടി വരുന്നത്. അപ്പോൾ അതിന് മുൻപ് അവർക്ക് നിയമ നടപടിയൊന്നും വേണ്ട, വളരെ രഹസ്യമായിട്ടാണ് സംഭവങ്ങൾ തുടങ്ങുക. അപ്പോൾ ഇപ്പോൾ കോടതിയിൽ ഒരു കേസ് വന്നിട്ട് കോടതി ചോദിച്ചിട്ടുണ്ട് എന്തുകൊണ്ടാണ് വിവാഹത്തിന് മുൻപ് പുരുഷനെ കൂടി ജീവിച്ചതെന്ന്. അങ്ങനെ കോടതി ചോദിച്ചത് എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, എനിക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. കാരണം സ്നേഹമായിരിക്കുന്ന സമയത്ത് നമുക്ക് ആരെയും വേണ്ട, നമ്മൾ 2 പേരും മാത്രം മതി എന്നുള്ള, അതിപ്പോൾ ഒരു അറേഞ്ച്ഡ് മാരേജ് ആണെങ്കിൽ പോലും സ്നേഹിച്ചിരിക്കുന്ന സമയത്ത് നമ്മൾ മാത്രം മതി, വേറെ ബന്ധുക്കളൊന്നും വേണ്ട എന്നുള്ള ഒരവസ്ഥയിലായിരിക്കുള്ളൂ. പക്ഷേ ഒരു ഇടച്ചിൽ വന്ന് കഴിയുമ്പോഴത്തേക്കുമാണ് ബന്ധുക്കളുടെ ആവശ്യം വരുന്നതും അതിനൊരു മീഡിയേറ്ററിന് വേണ്ടി വരുന്നതും ഒക്കെ അല്ലേ. ഇപ്പോൾ അറേഞ്ച്ഡ് മാരേജിലും അങ്ങനെ തന്നെയാണ്. മീഡിയേറ്റർ വേണം, അത് നിങ്ങളൊന്ന് ചെന്ന് ചോദിക്കണം, നിങ്ങൾ അതിനെക്കുറിച്ച് സംസാരിക്കണം എന്നൊക്കെ പറയും. അതിന് മുൻപ് ഒരാളെ അടുപ്പിക്കൂല. ഇവർ 2 പേരും മാത്രം അങ്ങനെ സ്നേഹിച്ച് അങ്ങനെ ജീവിക്കുക. അത് തന്നെയാണ് ഈ ലിവിങ് ടുഗദർ. ആരെയും അറിയിക്കാതെ ഇവരെ ലിവിങ് ടുഗദർ നടത്തി അവസാനം പണി കിട്ടിക്കഴിഞ്ഞിട്ടാണ് പിന്നെ ഇവർക്ക് നിയമത്തിൻ്റെ ആവശ്യം വരും. അപ്പോൾ അതിന് മുൻപ് നിയമമേ വേണ്ട. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ ഇല്ലേ, ഞാനിതിൻ്റെ ഇടയ്ക്ക് വന്നിട്ട് വോയിസ് ഓവർ കൊടുക്കും. ഇഡ്ഡലി വെച്ച് കഴിഞ്ഞിട്ട് കുറച്ച് ടൈം കിട്ടുമല്ലോ, ആ സമയത്ത് വന്ന് വോയിസ് ഓവർ കൊടുക്കും. ആ സമയത്ത് റൂബിത ഇങ്ങനെ കിടക്കണത്. ഇപ്പോൾ ഞാൻ അവിടെ ഇരിക്കുന്ന സമയത്ത് ഇങ്ങനെ കിടക്കും. ഞാനിപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് എഴുന്നേറ്റ് പോയി വോയിസ് ഓവറൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ടും അവൾ അറിഞ്ഞിട്ടില്ല. നല്ല ഉറക്കമാണ് കിടന്നിട്ട്, അതാണ് അവിടെ തന്നെ കിടന്നങ്ങനെ ഉറങ്ങുന്നത്. അപ്പോൾ എൻ്റെ വോയിസ് ഓവറൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് ഞാൻ വീഡിയോ എക്സ്പോർട്ട് ചെയ്യാൻ ഇട്ടേക്കണേ എനിക്ക് കാണുന്നത്. അപ്പോഴേക്കും എൻ്റെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ ഒരു ചട്നി ഉണ്ടാക്കിയാൽ മാത്രം മതി. അപ്പോൾ ചട്നിയുടേത് ഏറ്റവും അവസാനം ചെയ്യാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ചട്നിക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ ഞാനവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് ജാറിൻ്റെ അകത്ത്. ചെറിയ ഉള്ളി പൊളിച്ചതുണ്ടായിരുന്നില്ല. ഇന്നിപ്പോൾ ചെറിയ ഉള്ളി എല്ലാം പൊളിച്ച് വെക്കണം, എല്ലാം തീർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് അത്യാവശ്യം 2-3 ചെറിയ ഉള്ളി ചെറിയ ഉള്ളി എല്ലാം ഞാൻ വെള്ളത്തിലിട്ട് അവിടെ വെച്ചിട്ടുണ്ട്. വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയൊക്കെ സവാളയാണെന്നുണ്ടെങ്കിൽ വെള്ളത്തിലിട്ട് വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ പീൽ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് പോരുകയും ചെയ്യും, കണ്ണ് നീറില്ല, അങ്ങനെ ഒരു കാര്യമുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വെള്ളത്തിലവിടെ ഇട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ തേങ്ങയെല്ലാം ചിരണ്ടി വെച്ചേക്കണോണ്ട് അതും കൂടി ഇട്ട് ചെറിയുള്ളിയും പച്ചമുളകും മാത്രമേ ഇടുള്ളൂ കേട്ടോ. ഉപ്പ് മാത്രം, പുളി ഇടാറില്ല. അപ്പോൾ അതൊന്ന് ആക്കിയാൽ അതിലിത്തിരി വറുത്തും കൂടി ഇടണം. അങ്ങനെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യം വളരെ എളുപ്പത്തിൽ അങ്ങോട്ട് പോയിട്ടുണ്ട്, സമാധാനപരമായി പോയിട്ടുണ്ട്. ഇന്നെനിക്ക് കുറേ ജോലികൾ ചെയ്യണം എന്ന് വിചാരിച്ചിരുന്ന കാര്യമാണ്.
ദിവസമാണ്. 2-3 ദിവസമായിട്ട് ചിന്തിച്ചിരുന്നിട്ട് ഇന്നെങ്കിലും ചെയ്യണം എന്ന് വിചാരിച്ചു. ചൂട് കൊണ്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്ത് വരുമ്പോൾ തന്നെ ഇനി അടുത്തൊരു പണി ചെയ്യാൻ പറ്റൂല എന്ന് വിചാരിച്ചിട്ട് ഇട്ടിട്ട് പോയിക്കൊണ്ടിരിക്കണേണ്. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട് എന്ത് തന്നെയായാലും ഹെയർ ഡൈ ചെയ്യണം. തലമുടി വല്ലാതെ നരച്ചിരിക്കുന്നു, അപ്പോൾ ഹെയർ ഡൈ ചെയ്യണം. അപ്പോൾ അത് കലക്കിയെടുത്ത് തലയിൽ തേക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര മടിയുള്ളൊരു കാര്യം തന്നെയാണ്. അപ്പോൾ അത് വലിയൊരു ടാസ്ക് ആയിട്ടാണ് ഞാൻ കാണുന്നത്. അപ്പോൾ ഇന്നത് ചെയ്യണേ. അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു വീഡിയോ കണ്ടിട്ട് ഞാൻ എഗ്ഗ് വൈറ്റിൽ ഈ ബ്ലാക്ക് റോസ് മിക്സ് ചെയ്തിട്ട് തേച്ചിട്ട് നല്ലതായിരുന്നു എന്നുള്ളത്. അത് ചെയ്യാൻ തന്നെയാണ് എനിക്കിഷ്ടം. എങ്കിൽ തന്നെയും എനിക്ക് ഭയങ്കര മടിയാണ്. അതിനകത്ത് മിക്സായി വരാനായിട്ട് കുറേ ടൈം എടുക്കും എഗ്ഗ് വൈറ്റിൽ ഇത് മിക്സായി വരാനായിട്ട്. പക്ഷേ എഗ്ഗ് വൈറ്റിൽ മിക്സാക്കി ഇട്ട് കഴിഞ്ഞാൽ അത് അടിപൊളിയാണ്, അതിലൊരു മാറ്റവും ഇല്ല കേട്ടോ. ഇന്നിപ്പോൾ എനിക്ക് മടിയായതുകൊണ്ട് ആ കവർ കഴുകിയ വെള്ളം തന്നെ ഒഴിച്ചിട്ട് കുറച്ച് നേരം അവിടെ ആ വെള്ളം ഒഴിച്ചിട്ട് അതങ്ങനെ വെച്ച് കഴിയുമ്പോഴത്തേക്ക് ഒന്ന് കുതിർന്ന് വന്നിട്ട് പിന്നെ കട്ടയില്ലാതെ നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ഇത്തിരി കൂടി വെള്ളം ഒഴിച്ച് ലൂസാക്കി എടുക്കുകയാണ് ചെയ്യണത്. നമ്മളുടെ കിച്ചണിൽ ബാറ്ററൊക്കെ റെഡിയാക്കണ പോലെ തന്നെ ആദ്യം തന്നെ എല്ലാ വെള്ളവും കൂടി ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കട്ട പോലെ പൊങ്ങിയിരിക്കും. അപ്പോൾ അതിന് നല്ലത് വളരെ കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് ഇത്തിരി നേരം വെച്ച് കഴിഞ്ഞാൽ അത് കുതിർന്ന് വരുമ്പോൾ കട്ടകളൊക്കെ മാറ്റിയിട്ട് പിന്നെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ലൂസാക്കുക. അപ്പോൾ ഞാൻ എൻ്റെ ഇത് അടിച്ച് കഴിഞ്ഞിട്ടാണ് അടിക്കണത്, ഞാൻ കാണിച്ചിട്ടില്ല. അടിച്ച് കഴിഞ്ഞ് ബാക്കി ഒരിത്തിരി വെച്ചേക്കണേന്ന് പപ്പ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പപ്പയ്ക്ക് വേണ്ടിയിട്ട് അത് വെച്ചേക്കണേന്. കാരണം പപ്പയുടെ മീശക്ക് പപ്പ ഈ ഡൈ സ്റ്റിക്ക് മേടിച്ച് ഞാൻ കൊടുത്തതാണ് അടിച്ചൊടിക്കുന്നത്. പപ്പ പറഞ്ഞത് അങ്ങനെ ഡൈ സ്റ്റിക്ക് വെച്ച് അടിക്കുമ്പോൾ എല്ലാ ദിവസവും ഇങ്ങനെ എവിടെ പോകണമെങ്കിലും അത് എടുത്തൊന്ന് പുരട്ടാനുള്ള ഒരു ടൈം കണ്ടുപിടിക്കണ്ടേ. അപ്പോൾ അതുകൊണ്ട് ഇതാകുമ്പോൾ ഒരു മാസത്തേക്ക് നിൽക്കുമല്ല എന്നാണ് പുള്ളി പറഞ്ഞത്. ഇപ്പോൾ വളരെ ബ്യൂട്ടി കോൺഷ്യസ് ആണ് പപ്പ. ഹെയർ ഡേ ഒക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം പിന്നെ അങ്ങനെ ഭയങ്കര ആ ഒരു ക്രേസിലേക്ക് വന്നിട്ടുണ്ട് ആൾ. അപ്പോൾ അങ്ങനെ പപ്പ അതവിടെ ഹെയർ ഡൈ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം ഞാനിത് ഹെയർ ഡൈ ഇട്ട് കഴിഞ്ഞതിന് ശേഷം ആ ഒരു സമയം പ്രൊഡക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് കുളിമുറി ഇങ്ങോട്ട് തേച്ച് കഴുകി. അപ്പോൾ ആ ഒരു സമയം കഴിഞ്ഞു. പക്ഷേ വേറൊരു സംഭവം എന്ന് വെച്ചാൽ വേർത്തൊഴുകും തലേന്ന് നമ്മൾ പണി ചെയ്യുമ്പോൾ. അപ്പോൾ ഈ വേർത്തൊഴുകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, നമ്മുടെ മുഖത്തൊക്കെ ഈ കറുത്ത ആ വെള്ളം ഇങ്ങനെ ഊർന്ന് വന്നു കഴിഞ്ഞാൽ പാട് വീഴും. അപ്പോൾ അത് ഞാൻ നോക്കണുണ്ടായിരുന്നു. അങ്ങനെ ഒന്ന് വേർത്ത് ഒഴുകിയിട്ട് അങ്ങനെ കറുത്ത പാടൊന്നും ഉണ്ടാകുന്നില്ല. അതുകൊണ്ട് പിന്നെ ഞാൻ അവിടെ നിന്ന് കുളിമുറയ്ക്ക് തേച്ച് കഴുകി. അപ്പോൾ ആ ഒരു സമയം 30 മിനിറ്റ് അങ്ങനെ കഴിഞ്ഞ് ആ കുളിയും കഴിഞ്ഞിട്ടാണ് പിന്നെ പുറത്തേക്ക് വന്നിട്ട് ഞാൻ റൈനും കൂടി ഭക്ഷണം കഴിച്ചത്. അപ്പം പിന്നെ നേരത്തെ കഴിക്കുമല്ല, ഞാൻ റൈനും കൂടി ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച്. അപ്പോൾ ഇന്നത്തെ ആദ്യത്തെ ടാസ്ക്കാണ് ഡൈ ചെയ്യുക എന്നുള്ളത്. അത് ചെയ്ത് രണ്ടാമത് കുളിമുറി കഴുകി. മൂന്നാമത്തെ വലിയൊരു ടാസ്ക്കാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഉപ്പുമീൻ. നാലാമത്തെ ഒരു ടാസ്ക് കൂടിയിട്ട് ഉണ്ടായിരുന്നു ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യുക എന്നുള്ളത്. അത് എനിക്ക് പറ്റിയില്ല സത്യത്തിൽ. ഭയങ്കര ചൂടായി തുടങ്ങി. അപ്പോൾ റയൻ എൻ്റെ അടുത്ത് പറഞ്ഞു, മമ്മി ഞാൻ ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടും ഞാൻ പറഞ്ഞു വേണ്ടട, അപ്പോൾ ചൂടത്ത് റെസ്റ്റ് ചെയ്യാൻ തന്നെയാണ് എല്ലാവരും പറയണത്. അപ്പോൾ റെസ്റ്റ് ചെയ്യുക, വെറുതെ അനാവശ്യമായിട്ട് വെറുതെ കിടന്നിട്ട് പണി എടുക്കണ്ട എന്ന് പറഞ്ഞിട്ട് ഞാൻ ചെയ്യിച്ചില്ല. അപ്പോൾ ഇന്ന് പെര തുടക്കാനൊക്കെ റയനാണ് നിന്നത്. എല്ലാ മുറിയും അവൻ ക്ലീനായിട്ട് അടിക്കുകയും ചെയ്ത് തുടക്കുകയും ചെയ്ത് കേട്ടോ. എന്നെക്കൊണ്ട് ചെയ്യിച്ചില്ല. ഈ ഉപ്പുമീനിനെ പറിച്ച് എടുക്കുക എന്നുള്ളത് ആ തൊലി ഭയങ്കര കട്ടിയാണ് കേട്ടോ, ഒരുപാട് വേസ്റ്റാണ് പോയത്. അപ്പോൾ അതൊരു വലിയൊരു പണിയാണ് കേട്ടോ. എനിക്ക് ഭയങ്കര മടി തോന്നിയൊരു പരിപാടിയാണ്. പക്ഷേ നമ്മളിത് നീറ്റാക്കി ഉണക്കി അധികം ഉപ്പിടാതെ ഇങ്ങനെ ഉണക്കിയെടുത്തേക്കണോണ്ട് തന്നെ അത് കളയാനും പറ്റൂലല്ലോ. അങ്ങനെ അതൊരു കണക്കിന് വലിച്ച് പറിച്ചൊക്കെ എടുത്ത് എൻ്റെ പോന്നെ എനിക്ക് ഭയങ്കര ഒരു ദേഷ്യം വന്ന് അത് വിട്ടൊക്കെ പോരാൻ വലിയ ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ അത് മിക്സിയിലൊന്ന് ഇട്ട് പൊടിച്ചെടുത്തതാണ്. അപ്പോൾ ചെറിയ കട്ടകളും ഉണ്ട്, അന്നേ പൊടിയുണ്ട്, അങ്ങനെയാണ് കിടക്കണത്. എന്നിട്ട് ചെറിയ ഉള്ളി കുറച്ച് അധികം ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അത് മുളകും കൂട്ടി ചതച്ചിട്ട് വേണമെന്നുണ്ടെങ്കിലും ചെയ്യാം. ഞാനതിന് നിന്നില്ല. ഏതായാലും അരിഞ്ഞതിന് എടുത്തിട്ടുണ്ട്. പച്ചമുളകും വേപ്പിലയും എല്ലാം അരിഞ്ഞവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം ഒരു ഇത്തിരി വെളിച്ചെണ്ണയിൽ ഉപ്പുമീനൊന്ന് ചൂടാക്കി എടുക്കണേനെ. അപ്പോൾ ഈ ഉപ്പുമീൻ കഴുകേണ്ട ആവശ്യമില്ല, കാരണം നമുക്കിതിനകത്ത് കൂടുതൽ ഉപ്പിട്ടിട്ടില്ല. പിന്നെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കഴുകി വൃത്തിയാക്കി തുണിയിൽ ഇട്ടിട്ട് തുണി കൊണ്ട് തന്നെ മൂടി വെച്ച് നമ്മൾ ഉണക്കിയെടുത്തതാണ്. അതിൽ ഒരാളും ടച്ച് ചെയ്തിട്ടില്ല പുറത്തുനിന്ന്. അപ്പോൾ അങ്ങനെ വൃത്തിക്ക് ചെയ്തേക്കണോണ്ട് നമുക്കിത് കഴുകണ്ട, വേഗം തന്നെ വറുത്തെടുക്കാം. അല്ലെങ്കിൽ നമ്മൾ കഴുകി ഉപ്പ് കളഞ്ഞ് അഴുക്ക് കളഞ്ഞിട്ടൊക്കെയല്ലേ വറുക്കണത്. അപ്പോൾ വറുത്തെടുക്കാനും ടൈം എടുക്കും. ഇത് വേഗം തന്നെ ആയി കിട്ടിയേട്ടാ. അപ്പോൾ ആദ്യം ഉപ്പുമീൻ വെളിച്ചെണ്ണയിൽ തന്നെ വറുത്തത് മാറ്റി വെച്ച്, ഇതിന് ഒരുപാട് വെളിച്ചെണ്ണ വേണ്ടി വരും, എങ്കിലും ഞാൻ അധികമൊന്നും ഉപയോഗിക്കാതെ തന്നെയാണ് ചെയ്തേക്കണത്. എന്നിട്ട് ആ സവാളയല്ല ചെറിയുള്ളി വട്ടത്തിലരിഞ്ഞതും
പച്ചമുളക് വട്ടത്തിലരിഞ്ഞതും വേപ്പിലയും. ഇപ്പോൾ ഉപ്പുമീനിന് അത്യാവശ്യം ഉപ്പ് മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് ഞാൻ അതിൽ ഉപ്പിട്ടിട്ടുണ്ട്. ഇപ്പം നമ്മൾ മേടിക്കണ ഉപ്പുമീനാണെന്നുണ്ടെങ്കിൽ ഈ സവാള ഉള്ളി ഒക്കെ എടുക്കുമ്പോൾ അതിനകത്ത് ഉപ്പിടൂല, ഈ ഉപ്പ് അതുമായിട്ട് ചേർന്ന് കുറഞ്ഞ് വരട്ടെ എന്ന് വിചാരിച്ചിട്ട്. ഇത് പക്ഷേ നമുക്ക് ഉപ്പിടണം. അപ്പോൾ അങ്ങനെ ഉപ്പിട്ടിട്ട് അത് നല്ല രീതിയിൽ ഒന്ന് മൊരിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും അതിനകത്തേക്ക് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇട്ട് ഈ ഉപ്പുമീനും കൂടി അങ്ങോട്ട് ഇട്ടിട്ട് മിക്സ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ ഉപ്പുമീൻ വറുത്തത് റെഡി. ഞാൻ സംശയിച്ചാണ് ഇത് ചെയ്തത്. കാരണം എനിക്ക് അറിയില്ലാത്തൊരു മീനാണല്ല, പരിചയമില്ലാത്ത മീൻ. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം പരിചയമില്ലാത്ത മീനെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ആരോ ഒരാൾ കമൻറ്റ് ഇട്ടിട്ടാണ് മീനിനെയൊക്കെ പരിചയപ്പെടാറുണ്ടെന്നൊക്കെ അങ്ങനെ കമൻറ്റൊക്കെ ഞാൻ കണ്ടായിരുന്നു. എന്ന് പറഞ്ഞ പോലെ പരിചയപ്പെടാതിരുന്ന ഒരു മീനായിരുന്നു. അതുകൊണ്ട് തന്നെയും എനിക്കൊരു സംശയമായിരുന്നു, ഉണക്കമീനാക്കിയാലും എനിക്കിത് കഴിക്കാൻ പറ്റുമോ. പക്ഷേ നല്ല ടേസ്റ്റായിരുന്നു, ഒരു കുഴപ്പമില്ല. സാധാരണ നമ്മൾ ഏതൊരു മീനും ഉണക്കമീനാക്കണ പോലെ തന്നെ നല്ല ടേസ്റ്റായിരുന്നു. അപ്പോൾ ഒരു സമാധാനം. 7 മീനാണുള്ളത്, ഇപ്പോൾ 2 മീൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ 2 മീൻ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് 2 ദിവസത്തേക്കാണ് കേട്ടോ. അപ്പോൾ ഒരു മീൻ മതി ഒരു ദിവസത്തേക്ക് എടുക്കാനെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ തികഞ്ഞില്ലെങ്കിലാന്ന് ചോദിച്ചാൽ 2 മീൻ എടുത്തതാണ്, കുറച്ചധികം ഉണ്ട്. ഇനിയിപ്പോൾ വഴുതനങ്ങയും കൂടിയിട്ടൊന്ന് മെഴുക്ക് പുരട്ടി ആക്കി കഴിഞ്ഞാൽ ഇന്നത്തെ പണി കഴിഞ്ഞ്. ഇനി കുമ്പളങ്ങ മോര് കറി, മീൻ വറുത്തത്, ഇത് കൊത്തമര തോരനൊക്കെ ഉണ്ട്. അപ്പോൾ ഉച്ചക്ക് നല്ല രീതിയിൽ കഴിക്കാം. രാത്രി ആകുമ്പോഴത്തേക്കും കറിക്ക് ഇത്തിരി ഷോർട്ടേജ് വരും. ചിലപ്പോൾ ഉപ്പുമീൻ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ വഴുതനങ്ങയൊക്കെ 1/4 കിലോ എല്ലാം മേടിക്കണം, അതുകൊണ്ട് അധികം അങ്ങനെ ഉണ്ടാവില്ല. അങ്ങനെ ഇത്രയും കാര്യങ്ങൾ. ഇതിനിപ്പോൾ റൂബിക്ക് വേണ്ടിയിട്ട് ചിക്കൻ ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട്. ചിക്കനും കൂടി വന്നു കഴിഞ്ഞാൽ റൂബിക്കുള്ള ചിക്കൻ വേവിക്കുക, ബാക്കിയുള്ളത് ഫ്രീസറിൽ എടുത്ത് വെക്കുക, ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഈ പെര തുടക്കണ കാര്യം റയൻ ഏറ്റെടുത്തേക്കണേണ്. ഈ റയൻ്റെ അടുത്തൊക്കെ പെര തുടക്കാൻ പറഞ്ഞു കഴിഞ്ഞാലുള്ളൊരു ബുദ്ധിമുട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ മോപ്പ് കേടാക്കിയേ തരുള്ളൂ. അപ്പോൾ ഞാൻ നേരത്തെ ഈ സ്കോച്ച് ബ്രൈറ്റിൻ്റെ മോപ്പ് കേടായിട്ട് അത് മാറ്റി വെച്ചിട്ട് ഒരു ബ്ലൂ കളറിലെ മോപ്പ് സ്റ്റിക്ക് മേടിച്ചിട്ടാണ് യൂസ് ചെയ്ത് വെച്ചത്. അത് ഇപ്പോൾ റയൻ ഒടിച്ച് അത് ചീത്തക്കിയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ മാറ്റി വെച്ചാൽ ഈ സ്കോച്ച് ബ്രൈറ്റിൻ്റെ മോപ്പിൽ ആ ഒരു സ്റ്റിക്ക് ഇപ്പോൾ വീണ്ടും എടുത്തിട്ട് അത് തുടക്കണം. കാരണം നമ്മുടെ വേറെ മേടിച്ചത് അത് ഒരു രീതിയിൽ ഉപയോഗിക്കാൻ പറ്റാത്ത അത് ചീത്തക്കി കളഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ അവൻ്റെ അടുത്ത് പറഞ്ഞേടാ, ഇത്രയും ദിവസം ഞാൻ ഉപയോഗിച്ചിട്ട് അത് കേടായില്ലല്ലോ, നീ ഒരൊറ്റ ദിവസം ഉപയോഗിച്ചപ്പോൾ നീ അത് വെച്ചിട്ട് തുടച്ചതാ, അത് കേടായിപ്പോയല്ലേ, ഇതെന്താ സംഭവം എന്ന് ചോദിച്ചു. അപ്പോൾ അവൻ പറഞ്ഞത് ഇത്രയും നാളും മമ്മി വൃത്തിക്കല്ല തുടച്ചത്, ഞാൻ വൃത്തിക്ക് തുടച്ച് കഴിഞ്ഞപ്പോഴത്തേക്കുമാണ് അത് കേടായതെന്നാണ് അവൻ്റെ വാദം. അതുപോലെ തന്നെ റിച്ചാർഡാണെന്നുണ്ടെങ്കിലും ചില സമയത്ത് ഒന്ന് തുടച്ച് തരുമെന്ന് വെച്ചാൽ തുടച്ച് തരാമെന്നുണ്ട്, തുടച്ച് തരും. പക്ഷേ മോപ്പ് ചീത്തക്കിയിട്ടാണ് തരണത്. ആ അതിൻ്റെ സ്റ്റിക്ക് ഉണ്ടല്ലോ അത് കേടാക്കിയിട്ട് തന്നെ. പക്ഷേ നമ്മുടെ റോജർ മാത്രമാണ് വളരെ നീറ്റായിട്ട് ഇത് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. സ്വന്തമായിട്ട് അവനൊരു സ്കോച്ച് ബ്രൈറ്റിൻ്റെ ഒരു ഫുൾ സെറ്റ് മോപ്പ് ഞാൻ മേടിച്ച് മോളിൽ കൊണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു പണ്ട് അവൻ ഇവിടെ തന്നെ വർക്ക് ചെയ്യുന്ന സമയത്ത്. അപ്പോൾ എല്ലാ ദിവസവും അവൻ പിറക്കകം തുടക്കണത് ആ മോപ്പ് വെച്ചിട്ട് അവൻ തന്നെ ക്ലീനായിട്ട് തുടച്ച് മോപ്പ് ഒരു കേടും കൂടാതെ വർഷങ്ങളോളം സൂക്ഷിച്ച്. പക്ഷേ പപ്പ ആ മോപ്പ് എടുത്ത് യൂസ് ചെയ്തത് ആ മോപ്പ് ചീത്തയ്ക്ക്. അപ്പോൾ ഞാൻ വേറെ നല്ലൊരു വില കൂടിയ ഒരു മോപ്പ് ഫുൾ സെറ്റ് മേടിച്ച് അത് പപ്പക്ക് കൊടുത്ത്, അതും പപ്പ ചീത്തയ്ക്ക്. അതിനുശേഷം ഇപ്പോൾ പപ്പ തുടക്കണത് തുണിയും ഒരു വടിയും വെച്ചിട്ടാണ് തുടക്കണത്. നമ്മൾ വൈപ്പ് ചെയ്യണ പോലത്തെ വടിയില്ലേ, അതേൽ തുണി ഇട്ടിട്ടാണ് തുടക്കണത്. അതേ പറ്റുള്ളൂ എന്ന് എനിക്കും മനസ്സിലായി. ഇവരെല്ലാവരും മോപ്പ് ഉപയോഗിക്കുമ്പോൾ ഇങ്ങനെ കേടായി പോകണം എന്താണെന്ന് എനിക്കൊരു പിടുത്തം കിട്ടണില്ല. നമ്മൾ എത്ര സൂക്ഷിച്ച് എത്ര നാളുകളാണ് ആ മോപ്പ് യൂസ് ചെയ്യണത്. ഈ ഒറ്റ ദിവസം തുടച്ചാൽ മതി, ഇവർ അന്ന് കേടായി. ഇനിയിപ്പോൾ പുതിയ മോപ്പിന് ഞാൻ ഓർഡർ ചെയ്തിട്ടേക്കുന്നതാണ്, കാരണം അത് ഇനിയിപ്പോൾ ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥയായി കഴിഞ്ഞു. അങ്ങനെ ഇന്നിപ്പോൾ റയൻ ഏതായാലും തുടച്ച്. അപ്പോൾ ഇനി പുതിയ മോപ്പ് മേടിച്ചാൽ പിന്നെ തുടക്കൽ എൻ്റെ മാത്രം കാര്യവും, കാരണം ഇവരുടെ കൈ കൊടുത്താൽ അതും ചീത്തയ്ക്ക് കളയുമല്ല. അതൊക്കെയാണ് അവസ്ഥ. അപ്പോൾ അതേ നമ്മൾ കറികളൊക്കെ ബാക്കിയുള്ളതൊക്കെ ഒന്ന് മാറ്റി ഇനി ക്ലീനൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഇനി പോയിട്ട് റെസ്റ്റ് ചെയ്യണം. റൂബി അവിടെ വെയിറ്റിങ്ങിലാണ്. റൂബിയുടെ കൂടെ കുറച്ച് നേരം കിടക്കണം. അപ്പോൾ അവളും അവിടെ ആശ്വസിച്ച് കുറച്ച് നേരം കിടക്കും, അല്ലെന്നുണ്ടെങ്കിൽ എൻ്റെ പിന്നാലെ കിടന്ന് ഓടും. അപ്പോൾ അങ്ങനെ ഇനിയിപ്പോൾ ചൂട് കൂടിക്കഴിയുമ്പോഴത്തേക്കും നമ്മൾ കുറേ അധികം നേരം കിച്ചണിൽ നിന്ന് കഴിഞ്ഞാൽ അത് നമ്മളുടെ ഹെൽത്തിനെ തന്നെയാണ് ബാധിക്കുന്നത്. അതുകൊണ്ട് പണികൾ വളരെ കുറവാണ് ഞാൻ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എൻ്റെ വീഡിയോ ലെങ്ത്തും വളരെ കുറവാണ്, 14 മിനിറ്റ് പോലും ഇല്ല വീഡിയോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്ത് വേഗം ഇവിടുന്ന് പോകട്ടെ. പിന്നെ വൈകുന്നേരം ഒരു കട്ടൻ ചായ ഇടുക, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇത്രയും ഉണ്ടായിരുന്നുള്ളൂ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നത്. ഇനി നമുക്ക് നാളെ വീണ്ടും കാണാം. താങ്ക്